ഹലോ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാവർക്കും ഹക്കീം അന്തല്ലൂർ ബ്ലോഗിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഹാജിമാർ ഹറമിലേക്ക് വരുന്നതും പോകുന്നതും ഖുദായി വഴി വരുന്നതും പോകുന്നതുമായ വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും നമ്മൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായി നമ്മളെ ചാനൽ കാണുന്നവർ ഹക്കീം അന്തല്ലൂർ ബ്ലോഗ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഹറമിൻ്റെ 1-ാം നമ്പർ ഗേറ്റാണ് ഈ കാണുന്നത്. ഇവിടെ നിന്ന് ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്ന ഈ സ്ഥലത്ത് ഇവിടെ നിന്ന് ക്ലോക്ക് ടവറിൻ്റെ നേരെ മുൻഭാഗത്ത് ഇതിലെ താഴേക്ക് സ്റ്റെപ്പ് ഇറങ്ങി ക്ലോക്ക് ടവറിൻ്റെ താഴെ ഇതിലെ നടന്ന് ആണ് ഇത് ക്ലോക്ക് ടവറാണ്. ഇതിൻ്റെ നേരെ താഴെതാ ഈ വഴിയിലൂടെയാണ് ഹാജിമാർ ഖുദായി ബസ് സ്റ്റേഷനിലേക്ക് വരുന്നത്. ക്ലോക്ക് ടവറിൻ്റെ നേരെ താഴെയുള്ള ബസ് സ്റ്റാൻഡാണിത്. ഇങ്ങോട്ടാണ് ഹാജിമാർ ഇതിലെയാണ് വരുന്നത്. ഇവിടെ നിന്ന് ഏത് ബസ്സിലും കയറാം, അതെല്ലാം ഖുദായിലേക്കാണ്. അപ്പോൾ അവിടെ നിന്ന് നിങ്ങളെ റൂമിലേക്കുള്ള ബസ് നമ്പർ, റൂമിൻ്റെ അടുത്തുള്ള അല്ലെങ്കിൽ നിങ്ങൾ ബിൽഡിങ്ങിൻ്റെ അടുത്തുള്ള ബസ് നമ്പർ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അല്ലെങ്കിൽ ഇനി അറിയാത്തവർ അവിടെയുള്ള വളണ്ടിയേഴ്സിനോട് ചോദിച്ചാൽ മതി. അവിടെ നിന്നും ബസ്സിലേക്ക് കയറുമ്പോഴാണ് നമ്പർ നോക്കേണ്ടത്. ഇവിടെ നിന്ന് ഏത് ബസ്സിലും കയറാം. അപ്പോൾ നിങ്ങളെ സഹായിക്കാൻ KMCCയുടെ വളണ്ടിയേഴ്സ് ഇവിടെ അവർക്ക് വേണ്ട വെള്ളവും അതുപോലെ ചെരുപ്പ് നഷ്ടപ്പെട്ടവർക്ക് ചെരുപ്പ് നൽകുന്നു, ബസ്സിലേക്ക് കയറാൻ സഹായിക്കുന്നു, പറഞ്ഞു കൊടുക്കാനും ഇവിടെ KMCC വളണ്ടിയേഴ്സ് ഉണ്ട്. അപ്പോൾ നല്ല ചൂടാണ്. അപ്പോൾ എല്ലാ ഹാജിമാരും നല്ലോണം വെള്ളം കുടിക്കണം. അതുപോലെ രോഗികളായവർ, മരുന്നുള്ളവർ മരുന്ന് സമയത്ത് കഴിക്കണം. അതുപോലെ ഭക്ഷണം കഴിക്കണം, നല്ലോണം വെള്ളം കുടിക്കണം. അപ്പോൾ ഇങ്ങനെ വന്ന് ബസ്സിലേക്ക് പോകാനും അവരെ നിയന്ത്രിക്കാനും അവർക്ക് വെള്ളം കൊടുക്കാനും ഒക്കെ KMCCയുടെ ഒക്കെ വളണ്ടിയേഴ്സ് ഇഷ്ടംമാതിരി ഉണ്ട്. അപ്പോൾ എല്ലാവരും ഹാജിമാർ വരുന്നത് കണ്ടില്ലേ, നിസ്കാരം കഴിഞ്ഞ് വരുന്നതാണ്. അപ്പോൾ ഇനി അടുത്ത വെള്ളിയാഴ്ചയിലൊക്കെ ഭയങ്കര തിരക്കായിരിക്കും. അപ്പോൾ ഹാജിമാർ ഏകദേശമൊക്കെ എത്തിയിട്ടുള്ളൂ. അപ്പോൾ എല്ലാ ദിവസവും 5-6 ഫ്ലൈറ്റിൽ ഹാജിമാർ വന്നുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ നിന്ന് ഹാജിമാരൊക്കെ. അതുപോലെ ഹാജിമാർ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, നിങ്ങളുടെ മൊബൈലിൽ KMCC ഹജ്ജ് ഗൈഡ് എന്ന ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്താൽ ആ ആപ്പിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ICCIയിലെ ബിൽഡിംഗ് നമ്പറും അതുപോലെ മീനായിലെയും അറഫയിലെയും ടെൻറ്റ് നമ്പറും എല്ലാം നിങ്ങൾക്കതിൽ ലഭിക്കുന്നതാണ്. അതുപോലെ മറ്റെന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അതുപോലെ മെഡിക്കൽ വിങ്ങിൻ്റെ നമ്പർ, അതുപോലെ വനിതാ വിങ്ങിൻ്റെ KMCC വളണ്ടിയേഴ്സിൻ്റെ നിങ്ങൾക്ക് എന്തെങ്കിലും സഹായം ആവശ്യമുണ്ടെങ്കിൽ അതിലുണ്ട്. അതുപോലെ നേതാക്കന്മാരുടെ നമ്പർ, എന്ത് ആവശ്യത്തിനും വീൽ ചെയർ ആവശ്യമുണ്ടെങ്കിൽ അതിൻ്റെ അങ്ങനെ തവാഫ് വിങ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. നിങ്ങളെ റൂമിലേക്ക് ആരോടും ചോദിക്കാതെ തന്നെ, നിങ്ങൾക്ക് വഴി ചോദിക്കാതെ തന്നെ നിങ്ങൾക്ക് ആ ആപ്പിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ റൂമിലും ടെൻറ്റിലും അറമിലേക്കും പോകാനും ബസ് പോയിൻറ്റുകളും ഹോസ്പിറ്റൽ നമ്പറുകളും മറ്റ് എല്ലാ കാര്യങ്ങളും അതിലുണ്ട്. അപ്പോൾ എല്ലാവരും കഴിവിൻ്റെ പരമാവധി എല്ലാ ഹാജിമാരും അവരുടെ മൊബൈലിൽ KMCC ഹജ്ജ് ഗൈഡ് എന്നാണ് ആപ്പിൻ്റെ പേര്, അത് എല്ലാവരും ഡൗൺലോഡ് ചെയ്യുക. ഇന്ത്യൻ ഹജ്ജ് മിഷൻ ICCയിൽ നിന്നും ഹാജിമാർക്ക് അറമിലേക്ക് പോകാനും വരുവാനും 2 റൂട്ടുകളാണുള്ളത്. അതിലൊന്ന് ക്ലോക്ക് ടവർ ഖുദായിലൂടെയും ICCയിലേക്ക് എത്താം. അതുപോലെ മറ്റേത് 3-ാം നമ്പർ ടോയ്ലറ്റിൻ്റെ അവിടുന്ന് മക്കാരിം മസ്കൂത്ത വഴിയും ICCയിലേക്ക്, അതുപോലെ തിരിച്ച് അങ്ങോട്ടും. അങ്ങനെ 2 വഴികളാണ്. അപ്പോൾ അത് നമ്പർ മാറിപ്പോയാൽ നിങ്ങൾക്ക് അപ്പോൾ അവിടെ നിന്ന് വളണ്ടിയേഴ്സ് ഉണ്ടാവും. 3-ാം നമ്പർ ബാത്റൂമിൻ്റെ അവിടെയും അറമിൻ്റെ മുറ്റത്തൊക്കെ അവരോട് ചോദിച്ചിട്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ബസ് നമ്പർ ഇതൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു നിങ്ങൾ റൂമിൽ വന്ന് കയറുമ്പോൾ. അതുപോലെ നിങ്ങളെ കാർഡുകൾ ഇതൊന്നും കളയരുത്. എല്ലാ ഇതും ഇന്ത്യയിൽ നിന്ന് ആ കാർഡ്, അതുപോലെ നുസ്കിൻ്റെ കാർഡ്, അതാണ് നിങ്ങൾക്ക് എവിടെയും വേണ്ടത്. അപ്പോൾ ആ കാർഡ് യാതൊരു കാരണവശാലും അത് കളഞ്ഞ് നഷ്ടപ്പെടരുത്. അത് അതിൻ്റെ ഒരു ഫോട്ടോ മൊബൈലിൽ എടുത്തു വെക്കുക. അതുപോലെ അത് കളയാതെ സൂക്ഷിക്കുക. അപ്പോൾ ക്ലോക്ക് ടവറിൻ്റെ താഴെ നിന്നും എല്ലാ ഹാജിമാരും ICCയിലേക്ക് അവരുടെ റൂമിലേക്ക് ജുമാ കഴിഞ്ഞ് മടങ്ങിയതിന് ശേഷം അവസാന ബസ്സിൽ ഞങ്ങളും ICCയിലേക്ക് മടങ്ങുകയാണ്.
KMCC വാളണ്ടിയേഴ്സ് ഒക്കെ മടങ്ങിയാണ് ഖുദായി വഴിയുള്ള ക്ലോക്ക് ടവറിൻ്റെ താഴെയുള്ളത്. മറ്റേത് മസ്കൂത്ത വഴി ആണ് ഒരു വഴി. അപ്പോൾ ഇത് ഞങ്ങൾ ക്ലോക്ക് ടവറിൻ്റെ താഴെയായിരുന്നു സേവനം ചെയ്തിരുന്നത്. അപ്പോൾ അവിടെ നിന്നും ഖുദായിൽ നിന്ന് അസീസിലേക്ക് പോവുകയാണ്. അങ്ങനെ ഒരു ഏകദേശം അവിടുന്ന് ഒരു 1.5 കിലോമീറ്റർ വന്നാൽ ഖുദായി ആയി. ഈ 2 നഫക്കിൻ്റെ ഉള്ളിലൂടെ വന്ന് അങ്ങനെ ഖുദായി സ്റ്റേഷനിലെത്തും. അവിടെ നിന്നാണ് ഹാജിമാർ ബസ് നമ്പർ നോക്കി കയറേണ്ടത്. അവരുടെ ബിൽഡിങ്ങിൻ്റെ അടുത്തുള്ള ബസ് 1, 2, 3, 4 അങ്ങനെ ബസ് നമ്പറുണ്ട്. അപ്പോൾ ആ നമ്പർ നോക്കി കയറിയാൽ അവർക്ക് അവരുടെ റൂമിൻ്റെ അടുത്ത് എത്തും. ബിൽഡിങ്ങിൻ്റെ അടുത്ത്, ഏകദേശം ബിൽഡിങ്ങിൻ്റെ അടുത്തായിരിക്കും. അപ്പോൾ അങ്ങനെ നമ്മൾ ഖുദായി സ്റ്റേഷനിലേക്ക് എത്തുകയാണ്. ഇവിടെയും ഇഷ്ടംമാതിരി വാളണ്ടിയേഴ്സ് ഉണ്ട്. അപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിലൊക്കെ അവരോട് ചോദിക്കുക. ബസ് നമ്പർ അറിയില്ലെങ്കിലോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊക്കെ അവരോട് ചോദിക്കുക. അതുപോലെ അവർക്ക് കുടിവെള്ളം നൽകിക്കൊണ്ടും ചെരുപ്പ് നഷ്ടപ്പെട്ടവർക്ക് ചെരുപ്പ് നൽകിക്കൊണ്ടൊക്കെ KMCCയുടെയും മറ്റു വാളണ്ടിയേഴ്സൊക്കെ ഇവിടെയും എല്ലാ സ്റ്റേഷനിലും അറമിൻ്റെ മുറ്റത്തും എല്ലാം ഉണ്ട്. കുറേ നിയന്ത്രണങ്ങളുണ്ടെങ്കിലും ഇൻഷാ അല്ലാഹ് അതൊക്കെ തരണം ചെയ്തുകൊണ്ട് പേപ്പറൊക്കെ എടുത്തുകൊണ്ട് എല്ലാ വാളണ്ടിയേഴ്സും ഉണ്ട്. അപ്പോൾ ഇതാണ് ഖുദായി സ്റ്റേഷൻ. ഈ നിർത്തിയിട്ട് ബസ്സുകളൊക്കെയാണ് അസീസിയ അവരുടെ റൂമിലേക്ക് പോകുന്ന ബസ്സുകൾ. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്പർ നോക്കി കയറേണ്ടത്. ഇവിടെ നിന്ന് വന്ന് ഇറങ്ങി അറമിലേക്ക് പോവുകയാണെങ്കിൽ ഏത് ബസ്സിലും കയറാം. അതുപോലെ അറമിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോഴും ഏത് ബസ്സിലും കയറാം. ഖുദായി സ്റ്റേഷനിൽ നിന്ന് അവരുടെ നമ്പർ നോക്കി കയറുക. ബസ്സിൻ്റെ നമ്പർ നോക്കി കയറുക. ഇവിടെ വാളണ്ടിയേഴ്സ് ഇഷ്ടം മാതിരി ഉണ്ട്. അപ്പോൾ അവർക്ക് എല്ലാ സേവനം ചെയ്യാൻ വേണ്ടി, ഹാജിമാർക്ക് ഹിദ്മ ചെയ്യാൻ വേണ്ടി KMCC, വികായ, OSCC അങ്ങനെ എല്ലാ വാളണ്ടിയേഴ്സും ഇവിടെ സജ്ജമാണ്. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ ഹക്കീം ബന്ദലൂർ ബ്ലോഗ് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ അറമിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്ന ബസ്സുകളാണിത്. ഇവിടെ നിന്ന് ഇറങ്ങി നേരെ ഇങ്ങോട്ട് ക്രോസ് ചെയ്താൽ ഈ ഗ്രൗണ്ടിലാണ് അസീസിയയിലേക്കുള്ള ബസ്സുകൾ നിർത്തിയിട്ടിരിക്കുന്നത്. ഇവിടെ നിന്ന് നിങ്ങൾക്ക് നമ്പർ പ്രകാരം നിങ്ങളുടെ നമ്പർ നോക്കി ബസ്സിലേക്ക് കയറി നിങ്ങളെ റൂമിൻ്റെ അടുത്ത് എത്താവുന്നതാണ്. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം. അപ്പോൾ നമ്മുടെ എല്ലാ വീഡിയോയും, ഹാജിമാരുടെ എല്ലാ വീഡിയോയും, അറഫയും മീനയും ഇലയും കല്ലെറിയാൻ പോകുന്നൊക്കെ വീഡിയോ ഉണ്ടാക്കും. എല്ലാവരും നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.